ഹായ് ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ബാച്ചിലേഴ്സിന് പറ്റിയ ഒരു അടിപൊളി തകർപ്പൻ പ്രോപ്പർട്ടിയിലേക്കാണ് കേട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് പ്രോപ്പർട്ടി വരുന്നത്. ഒരു ഹെറിറ്റേജ് ടൈപ്പ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ പ്രോപ്പർട്ടിയുടെ മെയിൻ അട്രാക്ഷൻ ഏരിയ എന്ന് പറയുന്നത് അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ ആണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രൈവസി ഉണ്ട്. നമുക്ക് ബാച്ചിലേഴ്സായിട്ട് ചെക്കന്മാരൊക്കെ ആയിട്ട് ഒന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ്. ഇതാണ് ഇവിടുത്തെ പൂൾ ഏരിയ വരുന്നത്. പൂളിൻ്റെ മെയിൻ ഹൈലൈറ്റ് അവിടുത്തെ വ്യൂ ആണ് കേട്ടോ. കാരാപ്പുഴ ഡാമിൻ്റെ വ്യൂ ആണ് വരുന്നത്. ആ ഒരു വ്യൂ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. അറ്റ് എ ടൈം നമുക്ക് 15 പേർക്ക് വരെ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഈ ഒരു ട്രഡീഷണൽ ടൈപ്പ് പ്രോപ്പർട്ടിയുടെ നമുക്ക് ഈ ഉൾഭാഗമൊക്കെ ഒന്ന് കാണാം അല്ലേ. അപ്പോൾ പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് കഴിയുമ്പോൾ നല്ലൊരു ട്രഡീഷണൽ ടൈപ്പ് പ്രോപ്പർട്ടിയാണ്. പഴയ പ്രോപ്പർട്ടിയാണ്, പക്ഷേ ആ ഒരു പഴമ ഒട്ടും കളയാണ്ട് തന്നെ അവർ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഇതൊരു വരാന്തയാണ്, നീളത്തിലുള്ള നല്ലൊരു വരാന്തയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ക്യാരംസ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്യാരംസൊക്കെ കളിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഏരിയയാണ്. പിന്നെ ഇവിടെ സിറ്റ് ഔട്ട് ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഫ്രണ്ടിലുള്ള കാരാപ്പുഴ ഡാമിൻ്റെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിവിടെ സിറ്റിംഗ് ഏരിയ. ഇവിടെ നമ്മുടെ സ്പീക്കറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്പീക്കറൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് നൈറ്റ് ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പീക്കറൊക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ഇവിടെ സെറ്റാക്കാൻ പറ്റും. നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പം ഇതാണ് ഇവിടുത്തെ ബെഡ് സ്പേസ് വരുന്നത്. ഇപ്പോൾ നമുക്കൊരു അറ്റ് എ ടൈം ഒരു 5 പേർക്കൊക്കെ സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ബെഡ് സ്പേസ് ഒക്കെ കേട്ടോ. ചെക്കന്മാരൊക്കെ ആകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. 5 പേർക്കൊക്കെ സുഖമായിട്ട് ബെഡിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പം ഇവിടെയും ഒരു ബെഡ് സ്പേസ് ഉണ്ട്. ഇതൊരു ചെറിയ റൂമാണ്, പക്ഷെ നല്ല ഭംഗിയായിട്ടൊരു ട്രഡീഷണൽ ടൈപ്പാണ്. നമുക്ക് വേറൊരു ആംബിയൻസ് ആയിരിക്കും. ചെക്കന്മാരൊക്കെയാണ് നമ്മൾ സെറ്റായിരിക്കുമല്ലോ, നല്ല വൈബ് സെറ്റായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്കിവിടെ കിടക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ, അതായത് ഈ ഒരു 2 റൂമിനോട് കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ഇതവിടെ ഒരു വാഷ്റൂം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം വരുന്നത്. വാഷ്റൂം ഏരിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല ഹൈജീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഹോട്ട് വാട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഈ വീടിൻ്റെ പുറത്താണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. അതൊരു സെപ്പറേറ്റ് ആണ്. റൂമിനോട് ഈ വീടിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഇത് പുറത്തൊരു ബെഡ്റൂം സ്പേസ് ഉണ്ട് കേട്ടോ. ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റ് എ ടൈം ഒരു ബെഡിൽ അറ്റ് എ ടൈം ഒരു 3 പേർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം സ്പേസ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂമാണ്. നല്ല ഹൈജീനായിട്ട്, നല്ല ഹൈജീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലുള്ള ഒരു കോമൺ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത്, പിന്നെ നൈറ്റൊക്കെയാണ് വേറെ വൈബ് സെറ്റ് ആയിരിക്കും ഇവിടെ. അപ്പോൾ നമുക്ക് ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എല്ലാവരും റൗണ്ടൊക്കെ ആക്കി ഇരുന്നിട്ട് നല്ല ചില്ല് ചെയ്യാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ്. പിന്നെ നമുക്ക് ക്യാരംസ് ഒക്കെ ഉണ്ട്. ക്യാരംസ് ഒക്കെ ഇട്ട് ഇവിടുന്ന് ക്യാരംസ് കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. നമുക്കിവിടെ പ്രോപ്പർട്ടിയിൽ വന്നാൽ നിങ്ങൾക്കിവിടെ കിച്ചൺ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഡൈനിങ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാർബിക്യൂ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നൈറ്റിലൊരു പാട്ടൊക്കെ വെച്ച് അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു ക്യാമ്പ് ഫയർ സ്പേസ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൈറ്റിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല വൈബായിരിക്കും കേട്ടോ. അപ്പോൾ നൈറ്റിലൊക്കെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഗ്യാദർ ചെയ്തിരിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പേസാണിത്. ഇത് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ വന്നിട്ട് ഈവനിങ് ടൈമിലൊക്കെ ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഗ്യാദർ ചെയ്തിരിക്കാൻ പറ്റിയ നല്ലൊരു വ്യൂ പോയിന്റ് ഏരിയ ആണ്. വയനാട്ടിലുള്ള ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ ജിതിൻ.